സങ്കീർണമാകുന്നതിനിടെ പ്രവാസ ജീവിതം നയിക്കുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പുതിയ പ്രസ്താവന രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും തീപിടിപ്പിച്ചിരിക്കുകയാണ്. രാജ്യത്ത് നിന്നും വിട്ടുനിൽക്കുന്നത് നിശബ്ദതയല്ല എന്ന ശക്തമായ സന്ദേശത്തോടെയാണ് ഷെയ്ഖ് ഹസീന വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനെന്ന് പറയുന്നത് പോലെ ഷെയ്ഖ് ഹസീന തിരിച്ചു വരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീണ്ടും രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശുകയാണ് ബംഗ്ലാദേശിൽ. ജനാധിപത്യം, നിയമവാഴ്ച, അവാമി ലീഗിന്റെ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതിനായുള്ള പോരാട്ടം തുടരുമെന്നും ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരുമെന്നും അവർ പ്രഖ്യാപിച്ചു. പ്രമുഖ മാധ്യമമായ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ പ്രകാരമാണ് ഈ പ്രതികരണം. അവാമി ലീഗിന്റെ 77ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് ഷെയ്ഖ് ഹസീന തന്റെ നിലപാട് വ്യക്തമാക്കിയത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഹമ്മദ് യൂനസിന്റെയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിലുള്ള ഭരണകൂടം രാഷ്ട്രീയ അടിച്ചമർത്തലിന്റെ പാതയിലാണെന്ന് അവർ ആരോപിച്ചു. രാഷ്ട്രീയ വിലക്കുകൾ, വ്യാജ കേസുകൾ, അറസ്റ്റുകൾ, നേതാക്കളുടെയും പ്രവർത്തകരുടെയും മേൽ നടക്കുന്ന അടിച്ചമർത്തൽ എന്നിവയിലൂടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഹസീനയുടെ ആരോപണം. രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തികളിലൊന്നായ അവാമി ലീഗിനെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും അവർ ആരോപിച്ചു. ജനപിന്തുണ നഷ്ടപ്പെടുമെന്ന ഭയമാണ് രാഷ്ട്രീയ എതിരാളികളെ ഇത്തരം നടപടികളിലേക്ക് നയിക്കുന്നതെന്നും ഹസീന അഭിപ്രായപ്പെട്ടു. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിയമപരമായി നിരോധിക്കാനോ അതിന്റെ പ്രവർത്തനങ്ങൾ തടയാനോ സാധിക്കുമെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും അവാമി ലീഗിനെ ഒരിക്കലും മായ്ച്ചുകളയാൻ കഴിയില്ലെന്നും അവർ വ്യക്തമാക്കി. അവാമി ലീഗ് നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു. നിരവധി നേതാക്കൾ ജയിലിലാണെന്നും ചിലർ വ്യാജ കേസുകളെ തുടർന്ന് ഒളിവിൽ കഴിയുകയാണെന്നും പലർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നും ചിലർക്ക് സ്ഥിരമായ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. നിരവധി കുടുംബങ്ങൾ വീടുകളും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. എന്റെ അഭാവം നിശബ്ദതയല്ല. ഞാൻ രാജ്യത്തിനു പുറത്താണെങ്കിലും ബംഗ്ലാദേശിലെ ജനങ്ങളോടൊപ്പമുണ്ട്. അവാമി ലീഗിലെ ഓരോ പ്രവർത്തകന്റെയും ത്യാഗത്തിനും ധൈര്യത്തിനും ദുഃഖത്തിനും ഞാൻ ഒപ്പമുണ്ടെന്നായിരുന്നു ഹസീനയുടെ പ്രതികരണം. ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പോരാട്ടം നയതന്ത്ര, രാഷ്ട്രീയ, നിയമപരമായ എല്ലാ മാർഗങ്ങളിലൂടെയും തുടരുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ പൊതുജന പിന്തുണ സമാഹരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബംഗ്ലാദേശ് ഇപ്പോൾ ചരിത്രപരമായ ഒരു വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഷെയ്ഖ് ഹസീന അഭിപ്രായപ്പെട്ടു. ഒരു വശത്ത് ജനാധിപത്യം, മതേതരത്വം, നിയമവാഴ്ച, വികസനം എന്നിവയും മറുവശത്ത് പ്രതികാര രാഷ്ട്രീയം, രാഷ്ട്രീയ വിലക്കുകൾ, മൗലികവാദം, ചരിത്രത്തെ വളച്ചൊടിക്കൽ എന്നിവയുമാണ് നിലകൊള്ളുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിലെ ജനങ്ങൾ ഒരിക്കലും ഇരുട്ടിന്റെ പാത തിരഞ്ഞെടുക്കില്ലെന്നും ഭീഷണിപ്പെടുത്തി ജനങ്ങളെ നിശബ്ദരാക്കാനാവില്ലെന്നും അവർ പറഞ്ഞു. 1975 പിതാവ് ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാനെയും കുടുംബത്തിലെ ഭൂരിഭാഗം അംഗങ്ങളെയും നഷ്ടപ്പെട്ട ശേഷം 1981 ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിയതിനെ കുറിച്ചും ഹസീന അനുസ്മരിച്ചു. വ്യക്തിപരമായ ദുരന്തങ്ങളെ അതിജീവിച്ചാണ് ജനാധിപത്യത്തിനും ജനങ്ങളുടെ വോട്ടവകാശത്തിനുമായി രാഷ്ട്രീയ പോരാട്ടം തുടരാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞു. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലേക്ക് താൻ വീണ്ടും മടങ്ങി വരുമെന്നും ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചു. ജനാധിപത്യം, നിയമവാഴ്ച, ജനങ്ങളുടെ വോട്ടവകാശം, വിമോചന യുദ്ധത്തിന്റെ ചൈതന്യം എന്നിവ പുനഃസ്ഥാപിക്കാനുള്ള പ്രതിബദ്ധതയോടെയാണ് തന്റെ തിരിച്ചുവരവെന്നും അവർ വ്യക്തമാക്കി. ജനങ്ങളുടെ ശക്തിയിലൂടെ ഞാൻ തിരിച്ചുവരും. ബംഗ്ലാദേശിലെ ജനങ്ങൾ അവരുടെ അവകാശങ്ങളും ജനാധിപത്യവും അന്തസ്സും തിരിച്ചുപിടിക്കുമെന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം. ഷെയ്ഖ് ഹസീനയുടെ ഈ പ്രസ്താവന ബംഗ്ലാദേശിലെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ശക്തി പകരുകയാണ്. രാജ്യത്ത് അടുത്ത കാലത്ത് രാഷ്ട്രീയ സാഹചര്യം ഏത് ദിശയിലേക്കാണ് നീങ്ങുക എന്നത് ഇപ്പോൾ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകരും അന്താരാഷ്ട്ര സമൂഹവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.